അറിയോ, എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ധ്യാനയോഗം, ഭഗവത്ഗീതയിലെ 6-ാം അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ ധ്യാന പരിശീലനം, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ നിങ്ങളത് പരിശീലിക്കുന്നു, അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെ മുന്നോട്ടേക്ക് വയ്ക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. ഇത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാതൃകാപരവുമാണ്. പിന്നെ ഇത് എന്താണെന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഇതിൽ ഗീതയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് അതാണ് അതിൻ്റെ നമ്മളെ സംബന്ധിച്ച് ഒരു ഗീതാ വിദ്യാർത്ഥി എന്ന നിലയിൽ, ശ്രോതാവും വക്താവുമാണ്, ആ നിലയിൽ പറയട്ടെ, ഗീതയെ നമുക്ക് സമ്പൂർണമായിട്ട് സമർപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കതിൽ പൂർണ്ണമായിട്ട് അടിയറവ് പറയാവുന്ന ഒരു ശാസ്ത്രമാണ്. അത് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്, നമ്മളത് പറയാം. ഒന്ന്, ഈ ചോദ്യം വായിക്കാം. അതിനു മുമ്പ് ഈ ഗീതയിൽ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ധ്യാനത്തിന് നമ്മൾ ധ്യാനം പരിശീലിക്കുമ്പം എന്തെങ്കിലും ഈ മ്യൂസിക്, സ്പിരിച്വലായിട്ടുള്ള സംഗീതം, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, സംഗീതം എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത് ഗുണപരമല്ലേ എന്നുള്ളതാണ്. അത് വേണോ, അത് ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ ഉള്ളതാണ്. അതിന് ഉത്തരം പറയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, ചൂടും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നാണ്. അങ്ങനെ രണ്ട് ചോദ്യമാണ് നമ്മൾ പരിഗണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കി ഇതിൻ്റെ തീരാനുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആമുഖമായിട്ട് പറയട്ടെ, ഗീതയിൽ ഭഗവാൻ പറയുന്നതിൽ നമുക്ക് സമ്പൂർണമായിട്ട് നമ്മളെ സറണ്ടർ ചെയ്യാമെന്ന് പറയാം, സമർപ്പിക്കാം. എന്തുകൊണ്ടാണ്? അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്ന് അത് നമ്മളെ ഗാന്ധിജി പറയുന്നത് പോലെ, അത് നമുക്ക് പെട്ടെന്നാണ് ഗീത നമ്മളെ ആ കൃത്യമായ ആ ശ്ലോകം ഓർമ്മിപ്പിച്ച് അതിനെ നമ്മൾ തരണം ചെയ്യുക. പെട്ടെന്നാണ് അതിനൊരു ഈ കറണ്ട് പോയി പെട്ടെന്ന് കറണ്ട് വരുന്നത് പോലെ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ടാവും. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. എന്താണ്? മനുഷ്യാണാം സഹസ്രേഷു, സഹസ്രേഷു മനുഷ്യാണാം, ആയിരക്കണക്കിന് ആളുകളിൽ, കശ്ചിത് യതതി സിദ്ധയേ, ഈ 1000-ൽ ഒരുവനാണ് ഇതിനു വേണ്ടി യത്നിക്കുന്നത്, ഒരു പരിശ്രമം നടത്തുന്നത്. അപ്പം മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. ഇനി ആ പരിശ്രമിക്കുന്ന, അങ്ങനെ ഇപ്പോൾ 5000 പേരുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ 5 ആളെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകളെക്കുറിച്ച് പറയാം. യതതാമപി സിദ്ധാനാം, ആ യത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ കശ്ചിൻ മാം വേത്തി തത്വതഃ, ഒരുത്തനാണ് എന്നെ അറിയുന്നത്, അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഭൂമണ്ഡലത്തിലെ മുഴുവൻ ജനസംഖ്യയെ എടുത്തിട്ട് 1000-ൽ നിന്ന് ഓരോരുത്തരെ കൊണ്ട് മാറ്റി അതിൽ നിന്ന് വലിയൊരു സംഖ്യ ഉണ്ടാവും. ഈ മിലിറ്ററിയിലേക്ക് ആളെ എടുക്കുന്നത് പോലെയാണ്. പണ്ട് നമ്മൾ പോയിട്ടുണ്ട് അതിന്, ജ്യേഷ്ഠൻ്റെ കൂടെ. ജ്യേഷ്ഠൻ അതിൽ കയറി പോവുകയും ചെയ്തു, രക്ഷപ്പെട്ടു. നമുക്കും ഒരു തോന്നലുണ്ടായി മിലിറ്ററി പോകണമെന്ന്. അങ്ങനെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബറാക്സിൽ ഏട്ടൻ്റെ കൂടെയാണ് ആദ്യം പോവാറ്.
മൂപ്പർക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം അമ്മാവന്മാരൊക്കെ അതായതുകൊണ്ട്. നമ്മുടെ നേരെ മൂത്ത ജ്യേഷ്ഠൻ മൂപ്പർ ആസാം റൈഫിളിൽ സേവനം അനുഷ്ഠിച്ചു, പിന്നെ റിട്ടയറായി വന്നു. അതെ. അപ്പോൾ നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു. ഇതിന് ആദ്യത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ബുക്കിൽ SSLC ബുക്കിൻ്റെ പിറകിൽ ഒരു വലിയൊരു സീൽ അവരങ്ങോട്ട് അടിക്കും. എന്നിട്ട് അതിലാണ് നമ്മുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് ഇതെല്ലാം ആദ്യം തന്നെ തൂക്കലാണ്. അപ്പോൾ ഈ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അതിൽ തന്നെ കുറേ തട്ടിപ്പോവും. പിന്നെ അതിൽ നിന്ന് ഇവർക്കിപ്പോൾ എത്ര ആളെ വേണമോ, അപ്പോൾ അവരൊരു 100 ആളെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു 1000 ആൾ വന്നിട്ടുണ്ടേ. അപ്പോൾ ഈ 1000-ന് കുറേ എണ്ണത്തിന് ഈ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റിലും പോയിക്കോളും. പക്ഷെ അതിലൊക്കെ രക്ഷപ്പെട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ അതിലാണ് പിന്നെ ഓടാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വെസ്റ്റ് ഹിൽ ബറാക്സ് കോഴിക്കോട്ടുകാർക്ക് അറിയാം. അത് വലിയ കുന്ന്, എന്താ പറയുക, വലിയ കയറ്റിറക്കമുള്ള സ്ഥലമാണ്. എൻ്റെ അമ്മോ, എവിടെ ഓടിയിട്ടെത്താൻ, അല്ലെ അതിന് മാത്രമുള്ള മുന്നൊരുക്കങ്ങളോട് കൂടിയിട്ടൊന്നുമല്ല പോയത്. നമ്മളൊക്കെ കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ പട്ടി കതയ്ക്കുന്ന പോലെ കതയ്ക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് എന്തോ തോന്നി, ഇത് നമ്മളെ പണിയല്ല എന്ന്, ഇതല്ല നമുക്ക് വേണ്ടതെന്ന് ഒറ്റ പ്രാവശ്യം ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഈ 1000-ൽ നിന്ന് 2 ആളെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പല ഇൻ്റർവ്യൂവിനും അവർക്ക് വേണ്ടത് 2 ആളോ 5 ആളോ ആയിരിക്കും. അതിനൊരു 1000 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്നിങ്ങനെ ഏറ്റവും മികച്ചവനെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതേപോലെ ഭഗവാൻ ഇതിൽ പറയാം, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ഈ ഗീത കേൾക്കുന്ന എല്ലാവരും അങ്ങോട്ട് ധ്യാനം പരിശീലിക്കണം എന്നാണോ? പിന്നെ ഓക്കെ. പക്ഷെ ചിലരങ്ങനെയല്ല, കൊണ്ടുപിടിച്ചിങ്ങനെ അതിൻ്റെ പിറകെ പോകും. അതെത്ര പേരാണ്? ഈ പറഞ്ഞ വിരലിൽ എണ്ണി എടുക്കുന്നതാണ് എന്ന് പറയാം. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ ശരീരത്തിൽ ഈ മ്യൂസിക് എന്തെങ്കിലുമൊക്കെ വേണോ ഒക്കെ ഉള്ളതാണ്. മ്യൂസിക് നിങ്ങളെ സഹായിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കുട്ടികൾക്കൊക്കെ ധ്യാനം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഏകാഗ്രതയുടെ ഭാഗമായിട്ടാണ്. അലയുന്ന മനസ്സിനെ എങ്ങനെയാണ് ഈ പലതിൽ നിന്നും അലയുന്നവനെ ട്രെയിൻ ചെയ്യിക്കുന്നത്, അങ്ങനെ അതിനൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മ്യൂസിക്കിനേക്കാൾ നമ്മൾ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്, മ്യൂസിക് നമുക്കൊരു ലയം ഉണ്ടാക്കാനുള്ളതാണ്. അതിങ്ങനെ ലയം ഉണ്ടാക്കി ചിലപ്പോൾ നമ്മൾ നിദ്രയിലേക്ക് പോകും. നിങ്ങൾ അതുകൊണ്ട് ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ, ഈ പറഞ്ഞ ചൈനയുടെ മന്ത്രബോക്സൊക്കെ ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ഓരോരോ ഞെക്കിയാൽ ഓരോരോ മന്ത്രങ്ങൾ ഇങ്ങനെ വരും. അതിനുണ്ട് മ്യൂസിക്. എന്താ പറയുക, ഒരു വൈദിക രീതിയിലുള്ള ഗായത്രി ആണോ? അങ്ങനെയല്ല. ഓം ഭൂർഭുവസ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഒരു സാമാന്യ രൂപത്തിലൊക്കെ ഗായത്രി നമുക്ക് തന്നെ ചൊല്ലുകയും അതിനെ മനസ്സിൽ ചൊല്ലുകയൊക്കെ ചെയ്യാം. മറ്റേതങ്ങനെയല്ല. ചൈന ബോക്സിൽ അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ ചില ഇതിലൊക്കെ ഉണ്ട്, കാണാം. ഓം ഭൂർഭുവസ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. കാരണം ഇത് നമ്മളൊരു വീട്ടിൽ പോയ സമയത്ത് ഒരാൾ ധ്യാനിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മ്യൂസിക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുമ്പൊരു പൂജാമുറിയിലെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ മ്യൂസിക് ഇങ്ങനെ വളരെ പതുക്കേൽ ഇങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഗായത്രി ധ്യാനമാണ്. എങ്ങനെ ആൾ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ, നമ്മുടെ ഈ മറ്റേ കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു 2 പേര് ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, പട്ടരും പട്ടത്തി എന്നാണ് പറയാറ് ഈ ബൊമ്മയ്ക്ക്. ആ ബൊമ്മ കണക്കെ ഇങ്ങനെ ഓം ഭൂർഭുവസ്വഃ തത് സവിതുർവരേണ്യം
ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂ. നോക്കൂ, നിങ്ങൾ എന്ത് സംഗീതം വെച്ചോ നമ്മൾ അതിലേക്ക് ഒരു പ്രത്യേക രീതിയിലേക്ക് ലയം വരുമ്പം നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു എന്തുണ്ടാവും, അതിൻ്റെ താളത്തിലേക്ക് ഇവൻ വരും. അതുകൊണ്ട് നമ്മളുടെ ഒരു അഭിപ്രായത്തിൽ അത് ശരിയായ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കില്ല. മറിച്ച് നിങ്ങൾ ഈ പറയുന്ന അലഞ്ഞു തിരിയുന്ന മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ അത് സുലഭമാണ്. കാട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഒരു നല്ല കാട്, അതുപോലെ മഴയുള്ള കാട്, റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ഈ റെയിൻ ഫോറസ്റ്റൊക്കെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഇരിക്കുന്നത് എവിടെയാണെന്ന് മറന്നേക്കും. സാവകാശം നിങ്ങൾക്കൊരു പരിചയമുള്ള കാട്ടിലാണെന്ന് അങ്ങോട്ട് കരുതിക്കോളൂ. അവിടെ ഈ പറഞ്ഞ പോലെ ഇരുന്നതിന് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിലേക്ക് പാമ്പഴഞ്ഞു വരണമെന്നൊന്നും തോന്നി പേടിക്കൊന്നും ചെയ്യരുത്. അതുവരെ വരാം. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് നമ്മുടെ പരിസരം മറന്ന് നമ്മൾ ആ പശ്ചാത്തലത്തിൽ കാണുന്ന പ്രകൃതിയുടെ ശബ്ദങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. ഈ പറഞ്ഞ അതിലേതെങ്കിലുമൊക്കെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നേരെ മുന്നിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ കൂടെ മടിയിൽ കൂടെയൊക്കെ പാമ്പഴഞ്ഞു പോവോ എന്നൊക്കെ തോന്നാം. അപ്പം ഈ റെയിൻ ഫോറസ്റ്റൊക്കെ നമുക്ക് കേൾക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്നാണെങ്കിൽ വൈവിധ്യങ്ങളായ ശബ്ദങ്ങളുണ്ട്. അതൊന്നും നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഒരു മറ്റൊരു തരത്തിലുള്ള ഈ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ലയം പോലത്തതല്ല. അത് കുറച്ചുകൂടെ ഉണർവുണ്ടാക്കുന്നതാണ്. നമ്മുടെ കാര്യമാണ് പറയുന്നത്. ഇനി മറ്റവർക്ക് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞ ഓരോരോ വാദ്യോപകരണങ്ങളിൽ നിന്ന് ഇതേപോലെ ഉണർവുണ്ടാവുമോ എന്ന് അറിയില്ല. നമുക്കുണ്ടാവാറില്ല. അത് നമ്മൾ സംഗീതം വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, എല്ലാ സംഗീതവും ആസ്വദിക്കുന്ന ആളാണ്. അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിനുള്ളതാണ്. പലപ്പോഴും ഉണ്ട് പലരും ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇടുന്ന പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും. അങ്ങനെ ഇതൊന്നും ഡ്രൈവിങ്ങിൽ ഇടരുത്. ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടുന്നത് എന്താണ്, ഈ കുറച്ച് എന്താ പറയുക, കുറച്ച് ബഹളമൊക്കെ ഉള്ള ജാതി പാട്ടുകളൊക്കെയാണ് ഇടേണ്ടത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ തന്നെ പോപ്പ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല പല പാട്ടുകളും ഉണ്ടല്ലോ, അതൊക്കെ ഇടാം. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മളിങ്ങനെ വളരെ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഉറങ്ങാതെയൊക്കെ അങ്ങനെ ഇരിക്കും. ബെങ്കി 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 ബൂം ബൂം, ബെങ്കി 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 ബൂം ബൂം, എടിയാണപ്പാ പോന്ന് എന്തെന്നപ്പാ കഴിച്ചിനി, കുഞ്ഞാളൻ്റെ വീട്ടിൽ പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി, ബെങ്കി 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 ബൂം ബൂം. അപ്പോൾ എന്താ ഈ ബെങ്കി ബെങ്കി ഭൂം ഭൂം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇത് ഭയങ്കര രസമാണല്ലോ. ഇത് ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഒരു എന്താ പോപ്പ് സ്റ്റൈലിൽ കാസർഗോഡൻ ഭാഷ, കണ്ണൂർ ഭാഷ എടുത്ത് ചെയ്തിട്ടുള്ള. അപ്പോൾ നമുക്കൊരു നമ്മളൊന്ന് ലൈവാവും. നിങ്ങളതല്ല പകരം ഇങ്ങനെ എന്താ പറയുക, കടലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. അങ്ങനെയാണ് ഈ പാട്ടൊക്കെ വെച്ച് ഉറങ്ങിയിട്ടാണ് ഓരോരുത്തർ പോയിട്ട് ഓരോ സ്ഥലത്ത് ഇടിക്കുന്നത്. ഈ സംഗീതത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് ലയം ഉണ്ടാക്കി കളയും. നിങ്ങൾ ഈ ഉറങ്ങാൻ കിടക്കുന്ന പാട്ടൊക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ ഡ്രൈവിങ്ങിന് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളത് ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റവർക്ക് ഇനി ഇത് പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. ഇത് എപ്പോഴും നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറെ പരിഗണിക്കണം. അതാണ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തായാലും ഈ സംഗീതത്തെക്കുറിച്ച്, ധ്യാനവും സംഗീതവും എന്നുള്ള വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്തരം എന്താ പറയുക, പശ്ചാത്തല സംഗീതം ഒക്കെ മാറ്റിയിട്ടൊരു ഇതായിട്ട് മനസ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ റെയിൻ ഫോറസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. അത് പ്ലേ ചെയ്ത് ഇനി സ്ഥിരം ഇതുണ്ടെങ്കിലേ പറ്റൂ എന്നാവരുതേ, അങ്ങനെ ആവരുത്. കടൽ തീരം ഇങ്ങനെ പലതും നിങ്ങൾ മാറ്റി മാറ്റി ചെയ്തോളൂ. പിന്നെ എന്താണ്, അതിനെയൊക്കെ ഉപേക്ഷിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ. രണ്ടാമത്തത് വളരെ ഗൗരവമാർന്ന
ഒരു ആ മെഡിറ്റേഷൻ കൃത്യമായി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ ഈ ശരീരത്തിലെ തണുപ്പ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ചൂട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരോ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഉൾവലിഞ്ഞാൽ അടുത്തതിന് ശക്തിയേറും എന്ന് പറഞ്ഞുവല്ലോ. കണ്ണടച്ചാൽ കാതിന് ശക്തി കൂടും, അങ്ങനെ കാതും കൂടെ അടയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തതിന് ശക്തി കൂടും. അപ്പോൾ ഈ സെൻസസ്, നമ്മുടെ ത്വകിന്ദ്രിയം ഏറ്റവും സെൻസിറ്റീവായിട്ട് നമ്മുടെ ഈ അന്തരീക്ഷത്തിൻ്റെ ചുറ്റുപാടുള്ളതിൻ്റെ താപനിലയെ കൃത്യമായിട്ട് നമുക്ക് ബോധിപ്പിക്കുകയാണ്. നമ്മളതല്ലാത്ത സമയമാണെങ്കിൽ അങ്ങനത്തെ തണുപ്പും ചൂടും വരണം, അപ്പോൾ നമുക്കത് അനുഭവപ്പെടും. അതല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ താപവും, സ്വതവേ നമ്മുടെ ഉള്ളിലൊരു താപം ഉണ്ടല്ലോ, ചൂടുണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ടാവും ചിലപ്പോൾ പുറത്ത്. അതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നാസികയുടെ അഗ്രത്ത് നമുക്ക് തണുപ്പ് കൃത്യമായി ബോധിക്കും. അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന സമയത്ത് ചൂടും നമുക്ക്, അത് നിങ്ങൾ കൈവച്ച് പ്രാണനെ പുറത്തേക്ക്, വിരൽ വെച്ച് പ്രാണനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ചൂടുണ്ടോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ഇത് വായയിൽ കൂടെ കുറച്ച് ശ്വാസം ചുണ്ടടുപ്പിച്ച് വെച്ച് എടുത്ത് നോക്കൂ, അപ്പോൾ തണുപ്പ് കൃത്യമായിട്ട് അനുഭവപ്പെടുന്നത് കാണാം. അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഈ ശീതമാണെങ്കിലും ഉഷ്ണമാണെങ്കിലും അത് നന്നായി സെൻസ് ചെയ്യുന്നു, വളരെ സൂക്ഷ്മമായിട്ടുള്ളതിനെ പോലും എന്നതാണ്. പക്ഷെ അതിൻ്റെ കൂടെ നിൽക്കാതെ അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൽ. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരു ഗുരു നിർബന്ധമാണോ ഇതിനെന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലൊരു ഗുരുവിനെ സങ്കല്പിക്കാം. ആ ഗുരു നിങ്ങൾക്ക് നാളെ വേറൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഫോട്ടോ മാറ്റി വേറൊരാളെ വെച്ചു, അങ്ങനെയാവരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ഗുരുക്കന്മാർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ പിറകിലൊക്കെ കുറേ രാഷ്ട്രീയവും അതും ഇതുമൊക്കെ ഉണ്ട്. നിങ്ങളതിൽ ഇതൊരു നിങ്ങൾ ആധ്യാത്മിക മാർഗ്ഗമാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഗുരുവായിട്ട് നിർദ്ദേശിക്കാറുള്ളത് സൂര്യനാണ് ഏറ്റവും നല്ലൊരു ഗുരു. നമുക്കൊരു വിശ്വഗുരുവാണ്. സൂര്യൻ്റെ സൂര്യമണ്ഡലാഷ്ടകമൊക്കെ അങ്ങോട്ട് ഹൃദിസ്ഥമാക്കിയാൽ സൂര്യൻ തന്നെ. നമസ്സവിത്രേ ജഗദേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതിനാശഹേതവേ ത്രൈമയായ ത്രിഗുണാത്മധാരിണേ വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ. വ്യാസരുടെ പ്രസിദ്ധമായ സൂര്യമണ്ഡലാഷ്ടകത്തിലെ ആദ്യത്തേതാണ്. നമസ്സവിത്രേ, സവിതാവേ അങ്ങേക്കെൻ്റെ നമസ്കാരം. ജഗദേക ചക്ഷുഷേ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കണ്ണായി നിൽക്കുന്നവനാണ് അങ്ങ്. നമസ്സവിത്രേ ജഗദേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ. അങ്ങയുടെ ഉദയത്തിലാണ്, അല്ലെ അങ്ങയുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഉദയവും അസ്തമയവും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങയെ മുൻനിർത്തിയിട്ടാണ്. അങ്ങ് ഞങ്ങളുടെ ദിനാധ്യക്ഷനാണ്. നമസ്സവിത്രേ ജഗദേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ. അത് ഉണർന്ന് നിന്ന് പിന്നെ അസ്തമയത്തിലൂടെ അതിന് ഹേതുവാകുന്നവനെ. വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അങ്ങ് തന്നെ, ഈ ത്രിമൂർത്തിയും അങ്ങ് തന്നെ. അങ്ങേക്ക് എൻ്റെ നമസ്കാരം. അപ്പം സൂര്യനെ നിങ്ങൾ ഗുരുവായിക്കോളൂ. എന്നും മൂപ്പരോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കും. മൂപ്പര പേരിൽ നാളെ ഒരു എന്താ പറയുക അപരാധവും കേൾക്കേണ്ടി വരില്ല. സാക്ഷാൽ സൂര്യനായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈശാവാസ്യത്തിലൊക്കെ സൂര്യ ഉപാസന ചെയ്യുന്ന ശിഷ്യൻ സൂര്യനോട് പറയുന്നത്, ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ. ഹേ പൂഷൻ, അല്ലയോ പോഷിപ്പിക്കുന്നവന്, സത്യധർമായ, മൂപ്പരെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സത്യത്തെ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ള സത്യധർമ്മനായിട്ടുള്ള എനിക്കായിക്കൊണ്ട് അപാവൃണു, മാറ്റിയാലും എന്ത്, സത്യസ്യ മുഖം അപിഹിതം,
സത്യത്തിൻ്റെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ മറച്ചിരിക്കുന്നു? ഹിരൺമയേന പാത്രേണ, സ്വർണ്ണ നിർമ്മിതമാർന്ന മൂടി കൊണ്ട്. നമ്മുടെ എല്ലാ ഈ എന്താ പറയുക, എവിടെ നോക്കിയാലും ഈ ഗോൾഡൻ റാപ്പിൽ മറച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനെ? രഹസ്യത്തെ, സത്യത്തെ. അതുകൊണ്ട് അത് മാറ്റി ഞാൻ കാണട്ടെ സത്യം എന്നാണ്. അപ്പം അങ്ങയുടെ തന്നെ രൂപത്തിൽ ഈ രശ്മികളെ കൊണ്ടൊക്കെ അങ്ങയുടെ ശരിയായ രൂപം മറച്ചിരിക്കുക. ആ രശ്മികളെയൊക്കെ ഉപസംഹരിക്കൂ, ഞാൻ കാണട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അങ്ങനെ ഉപസംഹരിക്കപ്പെട്ട സൂര്യൻ, ഉപസംഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സൂര്യൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് സൂര്യനാക്കി നിർത്തുന്നത് എന്തോ അതാണ് ഞാനെന്ന് സാക്ഷാത്കരിക്കുന്നതാണ് ഈശാവാസ്യത്തിലെ ആ മന്ത്രം. ഉഷണ്യേകർഷ യമസൂര്യ പ്രാജാപത്യ വ്യൂഹ രശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി. അങ്ങയുടെ കല്യാണതമമായിട്ടുള്ള ആ രൂപത്തെ ഞാൻ കാണട്ടെ, ശരിയായ രൂപം. അതിനെന്ത് വേണം? ഇതൊക്കെ ഉപസംഹരിക്കൂ. പിന്നെ അടുത്ത വരി കൊണ്ട് അവൻ്റെ അനുഭവമാണ്. യോസാവസൗ പുരുഷ സോഹമസ്മി യഹ അസൗ പുരുഷ. ഏതൊരു പുരുഷനാണ് സൂര്യനിലുള്ളത്? അഹമസ്മി, ഞാനതാകുന്നു. അപ്പോൾ പിന്നെ സൂര്യനുമായിട്ട് ആൾ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ കത്തിജ്വലിക്കുന്ന ഒരു ഗോളത്തിലേക്ക് ഇയാൾ ചെന്നു എന്നല്ല. എല്ലാറ്റിൻ്റെയും, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിയുടെയും അകമേ ഇരിക്കുന്ന പൊരുൾ അതൊന്നാണ്. എന്തൊരു ഗംഭീരമായ ഒരു പറച്ചിലാണ്, എന്തൊരു കടന്നു പറച്ചിലാണ്. അതിലേക്കൊക്കെ നമ്മൾ ചിന്ത എത്തിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ആ ബൃഹദാരണ്യകത്തിൽ അജാതശത്രുവും ഗാർഗ്യബ്രാഹ്മണനും തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞത്. അപ്പം ഗുരു നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ സ്വീകരിച്ചോളൂ. സൂര്യനെ, സമുദ്രത്തെ, പിന്നെ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, ആരെന്തു പറഞ്ഞാലും നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഇളക്കം ഉണ്ടാവാൻ പാടില്ല. ഇളകും നിങ്ങൾ. 4 ചാനൽ ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഇളകി വീണുപോകും. ഏത് താടിക്കാരെയാണോ നിങ്ങൾ ഗുരു എന്ന് പറയുന്നത്, ഈ താടിക്കാരുടെയൊക്കെ പൂർവ്വപിതാമഹന്മാർക്കും മുമ്പുള്ള ഒരു സനാതന ധർമ്മം ഇവിടെ ഉണ്ട്. അതിലാണ് നിങ്ങൾ സമർപ്പിതരാകേണ്ടത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരിക്കലും നമ്മളെ പഠിപ്പിച്ചവരെയോ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇങ്ങനെ എന്താ നിങ്ങളിത് ഗുരുവാക്കൂന്ന് അങ്ങനെ ഗുരുവിന് ശിഷ്യന്മാരെ കൂട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടിക്കും പോകാറില്ല. കാരണം അവരാരും അത് പഠിപ്പിച്ചിട്ടുമില്ല. നിങ്ങളും ആ വഴിയിൽ തന്നെ വരിക. സൂര്യനെ ഗുരുവായിക്കോളൂ, ചന്ദ്രനെ ഗുരുവായിക്കോളൂ. പക്ഷെ സൂര്യൻ കുറച്ചുകൂടെ ഉഷാറാണ്. സൂര്യനോട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സങ്കടവും എല്ലാം പറയാം. അങ്ങനെ സൂര്യനുമായിട്ടൊരു പ്രേമം സ്ഥാപിക്കണം. ഈ ചോദ്യങ്ങൾക്കുള്ള സമാധാനമായും തോന്നുന്നു. തുടർന്ന് പ്രശാന്ത മനസം ഹ്യേനം 6-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. പ്രശാന്ത മനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകന്മഷം. പ്രശാന്തമായ മനസ്സോട് കൂടിയിട്ടുള്ളവൻ, ആ മനസ്സങ്ങനെ തെളിഞ്ഞു വരുമ്പോണ്ടല്ലോ എന്തൊരു സുഖം കിട്ടുമെന്നറിയോ? നിങ്ങളത് ശീലിച്ചെടുക്കുക. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടണ്ട. ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പറയും, ഓ ഈ സ്വാമിക്കൊക്കെ എന്താ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കാം, വേവലാതിപ്പെടണ്ടല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയാണോ? ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്. വെറും ബെടായി പറച്ചിലാണിത്. എല്ലാവർക്കും അങ്ങനെ നോക്കിയാൽ കാര്യങ്ങളുണ്ടേ. ആർക്കാ ഇല്ലാത്തത് കാര്യങ്ങൾ? നമ്മളിപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഇവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും
നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് ആ സാധനങ്ങൾ കടയിൽ പോയിട്ട് ഓരോന്ന് മേടിച്ചു കൊണ്ടുവന്ന് പാകം ചെയ്ത് ആ പാകം ചെയ്ത പാത്രം മുഴുവൻ കഴുകി വെച്ച് അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കുക, വസ്ത്രങ്ങളാണെങ്കിലും കഴുകുക, ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പറയാലോ, ചിന്തിക്കാലോ. പലരും ധരിക്കുന്ന എന്താ, ഇതെല്ലാം നമുക്കിങ്ങനെ ചെയ്തു തരാൻ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, നമ്മൾ ആ ഗണത്തിൽ പെടുന്ന ആളേ അല്ല. എവിടെ പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് പോവുക, എവിടെയും പോകണമെങ്കിൽ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സംവിധാനത്തിൽ അവിടെ എത്തും. ഈ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പരിപാടി അത് വളരെ എന്താ പറയുക, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആവശ്യപ്പെടാറുള്ളൂ. അതങ്ങനെ തോന്നുന്നവരോട്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയാറ്. ഇത് വെറുതെ നമ്മൾ ഉണ്ടാക്കുന്നതാ. കുറേ നമ്മൾ എനിക്ക് അതുണ്ട് ഇതുണ്ട്, എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മനസ്സിൽ എനിക്ക് എങ്ങനെ ശാന്തനാകാൻ പറ്റും? നോക്കൂ, നിങ്ങൾ ഈ അസ്വസ്ഥനായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആയിക്കോളൂ. മാക്സിമം ട്രെയിൻ വരുന്നതിന് മുമ്പ് തിരുമേനി പറഞ്ഞതുപോലെ ആ ട്രെയിൻ വരുന്നതിന് മുമ്പ് ഒന്ന് പറയണേന്ന്. എന്തിനാ? നമ്മളൊക്കെ ട്രെയിനിൽ നിൽക്കല്ലേ, അല്ല ഒന്ന് പറയണം. എന്തിനാ തിരുമേനി? അല്ല ഒന്ന് പരിഭ്രമിക്കാനാണ്. അപ്പോൾ ഈ പരിഭ്രമിക്കുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്കിങ്ങനെയാണ്. വെറുതെ ഒന്ന് പരിഭ്രമിക്കണം, അതിനാവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളിത് കുറേ കേൾക്കാറുണ്ട്, സ്വാമിക്കിപ്പോൾ എന്താണ് എന്താ എല്ലാ പ്രാരബ്ധങ്ങളും നമുക്കുണ്ട്, നമുക്കും ഇലക്ട്രിക് ബില്ല് അടയ്ക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഓരോ വ്യക്തികളും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട്, അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം തന്നെ എന്താണെന്നറിയോ, നമ്മളിത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ ശരിയായിട്ടുള്ള എന്താ പറയുക, ഈ എസ്കേപ്പിസം എന്ന് പറയുന്നത് ഇതിനെയാണ്, വേറെ ഒന്നുമല്ല. എന്താ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്? ഇതാണ്. എനിക്കിതൊന്നും പറ്റില്ല, എൻ്റെ മുന്നിൽ എനിക്ക് ഇതിനേക്കാൾ വലിയ കുറേ കാര്യങ്ങൾ അതുണ്ട് ഇതുണ്ട്. നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് അതൊന്ന് ഒരു പരിശീലനം നടത്തൂ. പ്രശാന്ത മനസ്സും. ഈ കൂടുതൽ ആളുകൾ ലഹരി പദാർത്ഥങ്ങളെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനാണ്. മനസ്സിനിങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടി. ഇത് ഈ വെറുതെ കാശ് കളഞ്ഞ് ഇതൊന്നും അടിച്ച് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നാട്ടിൽ എവിടുന്നൊക്കെയാണ് ആളുകൾക്ക് ഇത് കിട്ടുന്നത്? വീട്ടിൽ കൊണ്ടുതരും, പോസ്റ്റിൽ, കൊറിയറായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ എവിടുന്നൊക്കെ വേണമെങ്കിലും വരുത്താം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ കഴിച്ചിട്ടുണ്ടോയെന്ന് ഇങ്ങനെ അടുത്തു കൂടെ പോയാൽ അറിയാൻ പറ്റുന്ന ഈ പട്ടച്ചാരായത്തിൻ്റെയൊക്കെ മണമുണ്ട്, കിലോമീറ്റർ കണക്കിന്. ഇപ്പം അതൊന്നുമില്ല. ലഹരി ഉപയോഗിച്ചവനാണോ എന്നൊന്നും അറിയില്ല, സംസാരത്തിലൊന്നും അറിയില്ല, മണം കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. മൂപ്പരിങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം നമ്മൾക്ക് എന്ത്, ഒരു ബ്ലൂടൂത്ത് ചെവിയിൽ വെച്ചാൽ പിന്നെ ആരോടോ സംസാരിച്ചുകൊണ്ട് ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പം ഇതൊക്കെ ആർക്ക്? ഇതൊക്കെ ഇങ്ങനെ ഈ മൃഷ്ടാന്ന ഭോജനവും കഴിച്ച് ധാരാളം സമ്പത്തൊക്കെ ഉള്ള വെറുതെ ഇരിക്കുന്നവന് ഇത് ഒക്കെ പറ്റും. അല്ലാതെ എന്നെപ്പോലെയൊക്കെയുള്ള അധ്വാനിക്കുന്ന, അയ്യോ ഇതെല്ലാവർക്കും പറ്റും. എല്ലാവർക്കും പറ്റും. പറ്റാത്തതായിട്ട് ആർക്കും. ആകെ പറഞ്ഞ ഭഗവാൻ പറഞ്ഞതുപോലെ ഇത് തോന്നലുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നി അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് അസൂയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് പ്രശാന്ത
മനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം. ആ ഉത്തമമായ സുഖത്തെ, ശാശ്വതമായ ആനന്ദത്തെ അവൻ എന്താണ്, അതിലേക്ക് ഉപൈതി, അതിനെ പ്രാപിക്കുന്നു എന്ന് പറയാം. ഇത്ര വരെയ നമ്മൾ വിശദമാക്കിയത്. തുടർന്ന് യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. അതിനെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ പറയാം. എന്താണ്? യുഞ്ജൻ ഏവം സദാ ആത്മാനം യോഗി വിഗത കന്മഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്നുതേ. ഇങ്ങനെ ഏവം, ഇപ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ സദാ ആത്മാനം യുഞ്ജന്, എപ്പോഴും അവനെന്താണ്, ആത്മാനം യുഞ്ജൻ, ആത്മാവിൽ അതിനെ യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. ഇവിടെയൊക്കെയാണ് ഈ സനാതനധർമ്മത്തിൻ്റെ മഹത്വം ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച അതിനു വേണ്ടി മാറ്റിവെച്ചു, അങ്ങനെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാറ്റിവെച്ചു, അല്ലെങ്കിൽ 5 നേരം നിങ്ങൾ, ഇതൊന്നും നമ്മൾ ഒരു മതത്തെയോ മറ്റുള്ളവരെയോ വിമർശിക്കാനോ പരിഹസിക്കാനോ പറയുന്നതല്ല. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് ആ സ്വാതന്ത്ര്യം? നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും നിങ്ങൾക്ക് പൂജയാക്കാം. ഈ പലരുടെയും ധാരണ ഈ പൂജ എന്ന് പറഞ്ഞാൽ ഈ വിളക്ക് എടുത്ത് സാമ്പ്രാണി പുകയ്ക്കുക എന്ന് പറയുന്നതാണ്. എന്താ, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പലരും ഈ സൃഷ്ടി പൂജ വേറെ, ആരാധന വേറെ, വിവരക്കേടാണ്. ഇത് പണ്ടുള്ള ആരോ പറഞ്ഞതുപോലെയാണ്. നിങ്ങളിടുമ്പോൾ വള്ളി ടൗസർ, ഞങ്ങളിടുമ്പോൾ ബർമൂഡ, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൃഷ്ടിപൂജയല്ല, നിങ്ങൾ ചെയ്യുന്നതാണ് ഈ സൃഷ്ടിപൂജ. നിങ്ങൾക്കറിയാത്തതുകൊണ്ട്. സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതെല്ലാം. എന്തുണ്ടെങ്കിലും അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു വഴി എന്താന്ന് പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വളരെ ദൈവദശകത്തിലെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്ന സകല സാധനങ്ങളും, ഞാൻ ഈ സൃഷ്ടിയിൽ നിന്ന് എന്തെടുത്ത് എന്തിനെ എനിക്ക് ആരാധനയോടുകൂടി ഞാൻ നോക്കുന്നതും കാണുന്നതും ഒക്കെ ആ സ്രഷ്ടാവിനെ ഞാൻ ആരാധിക്കുന്നതാണ്. സനാതനധർമ്മത്തിൽ, ഹിന്ദുധർമ്മത്തിൽ സൃഷ്ടി വേറെ സൃഷ്ടാവ് വേറെ അല്ല. അപ്പോൾ ഇവിടുന്ന് ഏതും നിങ്ങളുടെ ആരാധന സൃഷ്ടിയിലേക്കുള്ള ആരാധനയാണ്. അതാണ് ഹിന്ദുധർമ്മം. അങ്ങനെ കുറേ പേര് ഇവിടെ ഉണ്ട്, അവരത് ചെയ്തോട്ടെ. അവരവിടെ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മുഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ആരാധനകളൊക്കെ പണ്ടേ ഉള്ളതാ. പണ്ടേ കേരളത്തിലല്ല, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാ? നമ്മുടെ കേരളത്തിലാണ്, കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൾ. ഈ ചേരമാൻ പെരുമാൾ രാജശേഖര വർമ്മൻ അങ്ങനെ എന്തോ ആണ് ഇവരുടെ പേര്, ശരിക്കുള്ള പേര്. ചേരരാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവാണ്.
ഈ ചേരമാൻ പെരുമാൾ കേരളത്തിൽ വന്ന വ്യാവസായിക ആവശ്യത്തിന് വന്ന അറബികൾ, നമുക്ക് എല്ലാവർക്കും ഈ ചരിത്രം അറിയുന്നതല്ലേ, പഠിച്ചിട്ടുള്ളതല്ലേ. ചരിത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആ ചരിത്രത്തിലുണ്ട്. എങ്കിലും ആ വന്ന അറബികളിൽ നിന്ന് ഇസ്ലാം മതത്തെക്കുറിച്ച് കേട്ട് അതിൽ ആകൃഷ്ടനായി പ്രവാചകൻ്റെ കാലത്ത് മക്കയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്നാണെന്നാണ് ഓർമ്മ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവാം, എന്നുള്ള പേര് സ്വീകരിച്ച്. കാരണം നമ്മൾ ഇത് എന്താന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ഈ ഖബർ സമാധി ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇസ്ലാമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരിച്ച സ്ഥലം ഖബർ എന്നാണ് പറയുക. മൂപ്പര് തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ടില്ല, ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, എത്തിയിട്ടില്ല. നമ്മുടെ ഇവിടെ നമ്മുടെ തന്നെ അടുത്തുള്ള ഒമാനിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ്. അങ്ങനെയാണ് ചരിത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ അവിടെ മൂപ്പരുടെ മരണപ്പെട്ട ആ സ്ഥലമുണ്ട്, അവിടെ നമ്മൾ പോയിട്ടുണ്ട്. നല്ലൊരു പേരുണ്ട് അതിന്, ഒമാനിൽ ആ സ്ഥലത്തിന്. അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, എന്താവട്ടെ. അങ്ങനെ അദ്ദേഹമാണ് ഇവിടെ കേരളത്തിൽ ആദ്യം പള്ളി സ്ഥാപിച്ചത്, ഇവിടെ കൊടുങ്ങല്ലൂർ. അപ്പോൾ അവിടെയോ അതിനു മുമ്പ് അങ്ങോരുടെ അച്ഛനാരാണ്? ഗംഭീരനായിട്ടുള്ള ശിവഭക്തനാണ്. അവിടെ ശിവക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഈ ചേരമാൻ പെരുമാളിൻ്റെ പള്ളി ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ഈ നാട്ടിൽ മതമൊന്നും പറയുന്നവർക്ക് ചരിത്രബോധവും ഇല്ലാത്തവരുണ്ട് കുറേ. അപ്പം ഈ സംസ്കാരം ആളുകൾ അതുകൊണ്ടാണല്ലോ വിവേകാനന്ദ സ്വാമികൾ വേൾഡ് പാർലമെൻറ്റിൽ മതങ്ങളുടെ മുഴുവൻ മാതാവായ മതത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ മതങ്ങളൊക്കെ ആവിർഭൂതമാകുന്നതിന് മുമ്പുള്ള ഒരു സാധനമാണ് ഈ സനാതന ധർമ്മം. അപ്പം അതിൽ അഗ്നി ആരാധനയും പ്രകൃതി പൂജയാണ്. ഇതൊക്കെ ഇതിനെ കണ്ടിട്ട് പേടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അത് അവരുടെ മനസ്സിലാക്കലിൻ്റെ കുഴപ്പം. ഇപ്പോൾ വേദത്തിൽ കാണാം, ഭീഷാസ്മാത് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുധാവത പഞ്ചമ ഇതി. ഭയന്നിട്ട് സൂര്യൻ ഉദിക്കുന്നു, ഭയന്നിട്ട് കാറ്റടിക്കുന്നു, ഭയന്നിട്ട് അഗ്നി ജ്വലിക്കുന്നു എന്നൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുന്നുള്ള പേടി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഇവന്മാരൊക്കെ നമ്മളെ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ നിന്നല്ല, അവർക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഈ പറഞ്ഞതുപോലെ ഓരോന്ന് പറയുന്നതാ. അപ്പോൾ ഈ ആത്മാനം യുഞ്ജൻ, അപ്പം എങ്ങനെയാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ഇതിലേക്ക് യോജിപ്പിക്കുന്നത്? എന്ത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. നേരത്തെ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധീന. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ബ്രഹ്മപൂജയാണ്. അതിന് പ്രത്യേക ഇഷ്ടിക നിരത്തി ഒരു സ്ഥലത്ത് ഇരുന്ന് അങ്ങനെ ഇതൊക്കെ അതിൻ്റെ എന്താണ്, സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണ്? അപ്പോൾ മാർഗവും ലക്ഷ്യവും ആ ബോധം ഇത് ചെയ്യുന്നവർക്കുണ്ടായിരിക്കണം എന്നാ. അത് എല്ലാ മതത്തിലും ഉണ്ടല്ലോ. ഇതില്ലാത്തവർ, ബോധമുള്ളവരുണ്ട്, ബോധമില്ലാത്തവരുമുണ്ട്. യാന്ത്രികമായി ചെയ്യുന്നവരുണ്ട്, അറിഞ്ഞു ചെയ്യുന്നവരുമുണ്ട്. എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പം യുഞ്ജന്നേവം സദാത്മാനം,
എപ്പോഴും മനസ്സിനെ യുഞ്ചന്, എന്നിട്ടോ വിഗത കൽമഷ യോഗി, ആ കർമ്മവാസനകൾ മുഴുവൻ ഒടുങ്ങിയിട്ടുള്ള യോഗി. ഒടുക്കണം എല്ലാ കർമ്മവാസനകളെയും. അങ്ങനെയുള്ള ആ യോഗി ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം സുഖേന അശ്നുതേ. അത്യന്തം അന്തമില്ലാത്ത, അതായത് അഖണ്ഡമായ, മുറിവില്ലാത്ത, ഖണ്ഡനമില്ലാത്ത. പണ്ടൊക്കെ എനിക്കിങ്ങനെ സമാധി കിട്ടുമായിരുന്നു, ഇപ്പം ഇല്ല എന്നല്ല, അതിന് മുറിവില്ല. ഒരിക്കൽ അത് കിട്ടിയാൽ പിന്നെ അതങ്ങനെ പോയിക്കോളും. അതുകൊണ്ടാണ് നിങ്ങളിത് ഒരിക്കൽ അനുഭവിക്കാൻ പറയണം. അതിൽ തന്നെ ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം സുഖേന അനായാസേന അശ്നുതേ, പ്രാപിക്കുന്നു. അവിടേക്കൊരു ശ്രമം നടത്തണം നമ്മൾ. ഈ അനുഭവത്തെ, ഇത് എങ്ങനെയാണ് ഒരാൾ അനുഭവിക്കുന്നത്? അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് എങ്ങനെ അറിയാം ഞാനിത് അനുഭവിച്ചോ എന്ന്? ഭഗവാൻ അതിന് നല്ലൊരു മെഷറിങ് മെത്തേഡ് നമുക്ക് മാത്രം അളന്നു നോക്കാനുള്ള, വേറൊരാളെ പിടിച്ച് ഇത് വെച്ച് അളന്നു നോക്കാൻ സാധ്യമല്ല. നമ്മളെ അളക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, അർജുന നിനക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.